പീസ് ക്യാരറ്റും ബീട്രൂട്ടും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി കണ്ടാലോ. ഇതിനു വേണ്ടി ഒരു 3/4 ഗ്ലാസ്സിലുള്ള ബസ്മതി റൈസ് കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ക്യാരറ്റും ബീട്രൂട്ടും ഒരു സവാളയും കൂടി നീളത്തിൽ കട്ട് ചെയ്യാം. ഒരു മിക്സിയുടെ ജാറിലിട്ട് പുതിനയില, 3 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരിയിലെ വെള്ളം മാറ്റി കൊടുക്കാം. ഇനി ഒരു കുക്കറിലോട്ട് 2 ടീസ്പൂൺ അളവ് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയോ ഓയിൽ, 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അരിഞ്ഞെടുത്ത് സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് അരച്ചു വെച്ച മിക്സും ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലിൽ ചേർത്ത് കൊടുക്കുക. 1/4 ഗ്ലാസ് പുളിയില്ലാത്ത തൈരും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് റൈസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് 2 വിസിൽ അടുപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വിസിലെല്ലാം പോയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന്റെ അടിപൊളി വെജിറ്റബിൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടി ഉണ്ടോ. ഇതിന്റെ കൂടെ സാലഡ് മാത്രം മതി. അപ്പൊ എങ്ങനെയാ, ട്രൈ ചെയ്യല്ലേ?